നിങ്ങളൊരു കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുമ്പോൾ, നിങ്ങളതിൻ്റെ വൈറ്റ് പേപ്പർ പോയിട്ട് വായിച്ച് മനസ്സിലാക്കുമ്പോൾ, വെബ്സൈറ്റിൽ പോയിട്ട് അവർ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവാനായിട്ട് ചാൻസ് ഉള്ള രണ്ട് വാക്കുകളാണ് സ്കേലബിലിറ്റിയും ഇൻ്ററോപ്പറബിലിറ്റിയും. എന്താണ് സ്കേലബിലിറ്റി, എന്താണ് ഇൻ്ററോപ്പറബിലിറ്റി എന്നുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാതെ ഈ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ സ്കേലബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്കേലബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ ക്രിപ്റ്റോ കറൻസി ടു കോപ്പ് വിത്ത് ദ ഇൻഫ്ലക്സ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ അറ്റ് എ ടൈം. സ്കേലബിലിറ്റി എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ കറൻസിക്ക് ഒരേ സമയം കൂടുതൽ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കുന്ന ആ ഒരു കഴിവിനെ പറയുന്ന പേരാണ്. എന്താണ് ഇൻ്ററോപ്പറബിലിറ്റി എന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ എബിലിറ്റി ത്രൂ വിച്ച് ദ ബ്ലോക്ക് ചെയിൻസ് ഷെയർ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ഈസ് കോൾഡ് ബ്ലോക്ക് ചെയിൻ ഇൻ്ററോപ്പറബിലിറ്റി. ബ്ലോക്ക് ചെയിനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട്, ഇതിനെല്ലാമുള്ള കഴിവിനെ പറയുന്ന പേരാണ് ഇൻ്ററോപ്പറബിലിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് സ്കേലബിലിറ്റി, എന്താണ് ഇൻ്ററോപ്പറബിലിറ്റി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എതേറിയം കില്ലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന പല പ്രൊജക്റ്റുകളും മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് സ്കേലബിലിറ്റിയും ഇൻ്ററോപ്പറബിലിറ്റിയും. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഗംഭീരമെന്ന് പറയാനായിട്ട് സാധിക്കുന്ന, അടിപൊളി എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുന്ന ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ട പോലെ തന്നെ പോൾക്ക ഡോട്ടിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ പോൾക്ക ഡോട്ട് എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. മാത്രമല്ല ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആയാലും മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആയാലും ഇതുപോലുള്ള കോയിൻ എക്സ്പ്ലനേഷൻ വീഡിയോസ് ആയാലും കാണാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അധികം സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. അപ്പോൾ എന്താണ് പോൾക്ക ഡോട്ട്? പോൾക്ക ഡോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫുള്ളി ഷാർഡഡ് ബ്ലോക്ക് ചെയിൻ ആണ്. എന്താണ് ഷാർഡഡ് ബ്ലോക്ക് ചെയിൻ? നമ്മൾ ഷാർഡിങ്ങിനെ പറ്റിയിട്ട് പല വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഷാർഡിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബ്ലോക്ക് ചെയിനിൻ്റെ മുഴുവൻ നെറ്റ്വർക്കിനെയും ഷാർഡ്സ് എന്ന് വിളിക്കുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പാർട്ടീഷനിങ് നടത്തുന്ന ഒരു ടെക്നിക്കിനെ പറയുന്ന പേരാണ് ഷാർഡിങ് എന്ന്. സോ പോൾക്ക ഡോട്ട് എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഷാർഡഡ് ബ്ലോക്ക് ചെയിൻ ആണ്. ഈ പോൾക്ക ഡോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ പല പല ബ്ലോക്ക് ചെയിനുകളുടെ ഒരു കളക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ പല പല ബ്ലോക്ക് ചെയിനുകളും ഒറ്റ നെറ്റ്വർക്കിൽ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പോൾക്ക ഡോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുവഴി ഈ ബ്ലോക്ക് ചെയിനുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനും ട്രാൻസാക്ഷൻസ് നടത്താനൊക്കെ സാധ്യമാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പോൾക്ക ഡോട്ടിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു ഇമേജ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഇമേജിൽ നിന്ന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലോക്ക് ചെയിനുകൾ കാണാനായിട്ട് പറ്റും. അവയെല്ലാം തന്നെ തമ്മിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന കാണാനായിട്ട് പറ്റും. ഈ ഒരു ഒറ്റ നെറ്റ്വർക്കിൽ ഇതെല്ലാം തന്നെ, ഈ ബ്ലോക്ക് ചെയിനുകളെല്ലാം തന്നെ തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പിക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് പോൾക്ക ഡോട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതായത് ഒരുപാട് ബ്ലോക്ക് ചെയിനുകൾ ഉണ്ട്, ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു ബേസിക് സ്ട്രക്ചർ മാത്രമേ നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളൂ. ഈ ഒരു സ്ട്രക്ചർ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് പെർഫോം ചെയ്യുന്നത്. എന്നാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇതിൻ്റെ ഗവേണൻസ്. കൃത്യമായിട്ടുള്ള ഗവേണൻസും കാര്യങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ഫ്ലോപ്പ് ആവാൻ വരെ ചാൻസ് ഉണ്ട്. ഒരുപാട് പ്രൊജക്റ്റുകൾ അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടുമുണ്ട്. എന്നാൽ നല്ലൊരു സ്ട്രക്ചർ ഉള്ളതുപോലെ തന്നെ പോൾക്ക ഡോട്ടിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവേണൻസ് മെക്കാനിസംസും ഉണ്ട്. അതായത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും രീതിയിലുള്ള കോഡ് ചേഞ്ചുകളോ അല്ലെങ്കിൽ അപ്ഗ്രേഡുകളോ ഒക്കെ ഈ ഒരു നെറ്റ്വർക്കിനകത്ത് വരുമ്പോൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ തീർത്തും ഒരു ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലാണ് പോൾക്ക ഡോട്ട് എന്ന് പറയുന്ന ആ ഒരു നെറ്റ്വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോൾക്ക ഡോട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ട്, അതിൻ്റെ ഗവേണൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോ മുന്നോട്ട് പോകുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് അതിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോകാം. പോൾക്ക ഡോട്ടിൻ്റെ ഒറിജിനൽ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 2016 ഡോക്ടർ ഗെവിൻ വുഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ വൈറ്റ് പേപ്പർ എഴുതിയിട്ടുള്ളത്. ആരാണ് ഈ ഗെവിൻ വുഡ്? ഗെവിൻ വുഡ് എന്ന് പറയുന്നത് പാരിറ്റി ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫൗണ്ടേഴ്സിൽ ഒരാളാണ്. എന്നാൽ അത് മാത്രമല്ല ഗെവിൻ വുഡ് എന്ന് പറയുന്ന വ്യക്തി. പാരിറ്റി ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ പേര് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലൊന്ന് വെക്കണം. കാരണം മുൻപോട്ടുള്ള നമ്മുടെ യാത്രയിൽ പോൾക്ക ഡോട്ടിനെ കുറിച്ചുള്ള നമ്മൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് പറയുമ്പോൾ ഈ ഒരു പേര്, ഈ ഒരു കമ്പനി ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗെവിൻ വുഡ് എന്ന് പറയുന്നത് പാരിറ്റി ടെക്നോളജീസിൻ്റെ ഫൗണ്ടറിൽ ഒരാളാണ്. അത് മാത്രമല്ല എതേറിയത്തിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഫൗണ്ടേഴ്സിൽ ഒരാളും കൂടിയാണ് ഗെവിൻ വുഡ് എന്ന് പറയുന്നത്. അതുകൂടാതെ സോളിഡിറ്റി എന്ന് പറയുന്ന സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ചത് തന്നെ ഡോക്ടർ ഗെവിൻ വുഡ് ആണ്. അങ്ങനെ 2014 ഇതിൻ്റെ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തതിനു ശേഷം 2017 ഗെവിൻ വുഡും പാരിറ്റി ടെക്നോളജീസിൻ്റെ ഫൗണ്ടറിൽ ഒരാളായിട്ടുള്ള പീറ്റർ സബാനും കൂടിയിട്ട് Web3 ഫൗണ്ടേഷന് രൂപം കൊടുക്കുകയാണ്. ഈ Web3 ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് പോൾക്ക ഡോട്ട് നെറ്റ്വർക്കിൻ്റെ
ആ ഒരു പോൾക്കാഡോട്ട് നെറ്റ്വർക്ക് ഉണ്ടാവാനായിട്ട് കാരണമായിട്ടുള്ള പല റിസർച്ചുകൾക്കും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2017 പോൾക്കാഡോട്ടിന്റെ ഇനീഷ്യൽ കോയിൻ ഓഫറിംഗ് നടക്കുന്നത്. ഏകദേശം $140 മില്യൺ ആ ഒരു ഇനീഷ്യൽ കോയിൻ ഓഫറിംഗിൽ ഇവർക്ക് റേസ് ചെയ്യാനായിട്ട് സാധിച്ചത്. അങ്ങനെ പോൾക്കാഡോട്ട് നെറ്റ്വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പാരിറ്റി ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനീൻ്റെ തന്നെ അവർ നിയോഗിക്കുകയാണ് ചെയ്തത്. ഈ പാരിറ്റി ടെക്നോളജി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കമ്പനി ഒന്നല്ല, ഒരുപാട് ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ്, ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. മൾട്ടി സിഗ്നേച്ചർ വാലറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് പാരിറ്റി ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് ഈ ഒരു പാരിറ്റി ടെക്നോളജി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ICO വഴി അവർ റേസ് ചെയ്തിട്ടുള്ള ഫണ്ടിൽ വളരെ വലിയൊരു ശതമാനവും അവർ പാരിറ്റി ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു വാലറ്റിലാണ് അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും നേരം കഥ വളരെ സ്മൂത്തായിട്ട് വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇനിയാണ് ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നത്. ICO നടന്ന് ഒരു 10 ദിവസത്തിന് ശേഷം ഈ വാലറ്റ് ആരോ അബദ്ധവശാൽ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഏകദേശം 66% ഫണ്ട് ICOയിൽ റേസ് ചെയ്തിട്ടുള്ളതിൽ 66% അവർക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായത്. വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ പൈസ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോൾക്കാഡോട്ടിനും Web3 ഫൗണ്ടേഷനും അവരുടെ മൈൽ സ്റ്റോണുകൾ റീച്ച് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഫണ്ട് അപ്പോഴും അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ICOയിൽ കിട്ടിയ ഫണ്ടിൻ്റെ ഒരു 66% മാത്രമേ അവർ വാലറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഫണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരു ഫണ്ട് മതിയായിരുന്നു അവർക്ക് അവരുടെ മൈൽ സ്റ്റോണുകൾ റീച്ച് ചെയ്യാനായിട്ട്. പക്ഷേ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭാവിയിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് ഉറപ്പുള്ള അടിപൊളി ടെക്നോളജീസ് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരും. അതുപോലെ തന്നെ പോൾക്കാഡോട്ടിലേക്കും ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വരികയുണ്ടായി. അവർ ഒരുപാട് പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിക്കൊണ്ട് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അവിടേക്ക് കടന്നു വരികയുണ്ടായി. അങ്ങനെ 2019 ഒരു പ്രൈവറ്റ് സെയിലിലൂടെ കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചു. 2019 ജൂലൈയിൽ അവർ വീണ്ടും ഒരു പ്രൈവറ്റ് സെയിൽ നടത്തി. അതിൽ അവർ കളക്ട് ചെയ്തത് $3982 ബിറ്റ്കോയിനാണ്. ഏകദേശം $155 മില്യൺ ഇപ്പോൾ അതിന് വില വരും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്ര വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ, അതായത് 66% ഒക്കെ ഫണ്ട് ലോസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ എങ്ങനെയാണ് ഇത്ര വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്, എങ്ങനെയാണ് അവർക്ക് ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ റേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള സംശയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഇതിനൊക്കെ കാരണം എന്ന് ചോദിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെക്നോളജിയാണ്. പോൾക്കാഡോട്ട് എന്ന് പറയുന്നത് മറ്റുള്ള ബ്ലോക്ക് ചെയിനുകൾ പോലെയൊന്നുമല്ല. പാരിറ്റി ടെക്നോളജി തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ഫ്രെയിം വർക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് പോൾക്കാഡോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരുപാട് ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് തന്നെയാണ് അവരുടേതായിട്ടുള്ള ബ്ലോക്ക് ചെയിനുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് തന്നെയാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പോൾക്കാഡോട്ടിന് ഈ സബ്സ്ട്രേറ്റ് ബ്ലോക്ക് ചെയിൻ ഫ്രെയിം വർക്ക് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ബ്ലോക്ക് ചെയിനുകളെല്ലാമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും, ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇന്റർഓപ്പറബിലിറ്റി ഇവിടെ സാധ്യമാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി പോൾക്കാഡോട്ടിന് മെയിൻ ആയിട്ട് ഒരു 3 പില്ലേഴ്സ് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ ഒരു പോൾക്കാഡോട്ടിന് ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. ഒന്നാമത്തെ എന്ന് പറയുന്നത് പാരാചെയിൻ ആണ്. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോൾക്കാഡോട്ട് എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഷാർഡഡ് ബ്ലോക്ക് ചെയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന ഈ സ്മോൾ കോമ്പോണൻസ് എല്ലാം തന്നെ പാരാചെയിനുകൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഈ ഓരോ പാരാചെയിനുകൾക്കും അവരുടെ സ്വന്തമായിട്ടുള്ള നേറ്റീവ് ടോക്കൺസ് അവർക്ക് ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് റിലേ ചെയിൻ ആണ്. ഈ റിലേ ചെയിൻ എന്ന് പറയുന്നത് പോൾക്കാഡോട്ടിന്റെ ഒരു ഹൃദയമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിലേ ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പാരാചെയിനുകളെല്ലാം തന്നെ കണക്ട് ചെയ്യുന്നതും സെക്യൂർ ചെയ്യുന്നതും ഈ ഒരു റിലേ ചെയിൻ ആണ്. മാത്രമല്ല പോൾക്കാഡോട്ട് എക്കോസിസ്റ്റത്തിന് വെളിയിലുള്ള നെറ്റ്വർക്കുകളുമായിട്ട് കണക്ട് ചെയ്യാനും ഈ ഒരു റിലേ ചെയിൻ സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ടുള്ളത് ബ്രിഡ്ജസ് ആണ്. ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പാലം. ഒരു പാലമായാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ തന്നെ പോൾക്കാഡോട്ട് നെറ്റ്വർക്കിന് വെളിയിലുള്ള ബിറ്റ്കോയിൻ, എതേറിയം പോലുള്ള നെറ്റ്വർക്കുകളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് പോൾക്കാഡോട്ടിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു 3 പില്ലേഴ്സ് എന്നൊക്കെ പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇന്റർഓപ്പറബിലിറ്റി ഇവിടെ സാധ്യമാവുകയാണ്. മാത്രമല്ല നിങ്ങൾ ഏതൊരു എതേറിയം കില്ലർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്കേലബിലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വരുന്ന ഏത് പ്രൊജക്റ്റ് എടുത്ത് നോക്കിയാലും അവിടെ യൂസ് ചെയ്യുന്നത് ഷാഡിംഗ് എന്ന് പറയുന്ന മെക്കാനിസം ആണ്. അപ്പോൾ പോൾക്കാഡോട്ട് നമുക്കറിയാം ഫുള്ളി ഷാർഡഡ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ആണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സ്കേലബിലിറ്റിയും അവിടെ സാധ്യമാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പോൾക്കാഡോട്ട്, എങ്ങനെയാണ് അത് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പോൾക്കാഡോട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അവിടെ 4 തരം ആളുകളുണ്ട്. 4 തരം റോളുകൾ കൈകാര്യം ചെയ്യുന്ന 4 തരം ആളുകളുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് നോമിനേറ്റേഴ്സ് ആണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് വാലിഡേറ്റേഴ്സ് ആണ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് കൊളാറ്റേഴ്സ് ആണ്, നാലാമത്തെ എന്ന് പറയുന്നത് ഫിഷർമെൻ ആണ്. ഇവർ ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നോമിനേറ്റേഴ്സിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാലിഡേറ്റേഴ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്.
ഇവർ ഡോട്ട് ടോക്കൺസ് സ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് ഇവരൊരു നോമിനേറ്റർ ആവുന്നത്. ഇനി നോമിനേറ്റേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള വാലിഡേറ്റേഴ്സിന്റെ പണി എന്താണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേ ചെയിനെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു റിലേ ചെയിൻ എന്ന് പറയുന്നത് പോൾക്കാ ഡോട്ടിന്റെ ഒരു ഹൃദയമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹൃദയത്തിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് വാലിഡേറ്റേഴ്സിന്റെ പണി. വാലിഡേറ്റേഴ്സും ഡോട്ട് ടോക്കൺസ് സ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പരിപാടിക്ക് വരുന്നത്. ഇതുകൂടാതെ ഈ ഒരു റിലേ ചെയിനെ സംരക്ഷിക്കുന്നത് കൂടാതെ കൊളാറ്റേഴ്സിൽ നിന്ന് പ്രൂഫുകൾ കളക്ട് ചെയ്യുന്നതും ഇവരുടെ ഒരു പണിയാണ്. അപ്പോൾ കൊളാറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? കൊളാറ്റേഴ്സിൽ നിന്ന് എന്ത് തരം പ്രൂഫുകളാണ് വാലിഡേറ്റേഴ്സ് കളക്ട് ചെയ്യുന്നത്? അതിനെപ്പറ്റി അറിയണമെങ്കിൽ നമ്മൾ കൊളാറ്റേഴ്സിന്റെ പണി എന്താണെന്ന് നോക്കണം. കൊളാറ്റേഴ്സിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർഡുകളിലെ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ പ്രൂഫുകളാണ് ഇവർ വാലിഡേറ്റേഴ്സിന് അയച്ചു കൊടുക്കുന്നത്. ആ പ്രൂഫുകളാണ് വാലിഡേറ്റേഴ്സ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാലിഡേറ്റേഴ്സും കൊളാറ്റേഴ്സും തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലായില്ലേ? നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാലാമത്തെ ആളെന്ന് പറയുന്നത് ഫിഷർമെൻ ആണ്. ഫിഷർമെൻ്റെ പരിപാടി എന്ന് പറയുന്നത് എന്തെങ്കിലും രീതിയിലുള്ള ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, എന്തെങ്കിലും ബാഡ് ബിഹേവിയേഴ്സ് ഈ ഒരു നെറ്റ്വർക്കിൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് വാലിഡേറ്റേഴ്സിന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫിഷർമെൻ എന്ന് പറയുന്നത് കൊളാറ്റേഴ്സും ആവാം, അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കിലുള്ള ഏതൊരു നോഡിന് വേണമെങ്കിലും ഈ ഒരു ഫിഷർമാനായിട്ട് ആക്ട് ചെയ്യാമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സ്മൂത്ത് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ പോൾക്കാ ഡോട്ടിന് ആവശ്യമാണ്. യുണീക്ക് ആയിട്ടുള്ള ഒരു കോൺസെൻസസ് മെക്കാനിസം ഇവിടെ ആവശ്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കോൺസെൻസസ് മെക്കാനിസത്തിൽ തന്നെയാണ് പോൾക്കാ ഡോട്ട് വർക്ക് ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ പേര് കംപ്ലീറ്റ് ആയിട്ട് കാണാതെ പറയാനായിട്ട് അറിയില്ല. ഗോസ്റ്റ് ബേസ്ഡ് റിക്കർസീവ് ആൻസെസ്റ്റർ ഡിറൈവിംഗ് പ്രിഫിക്സ് അഗ്രിമെൻറ്റ്, ഇതാണ് അതിൻ്റെ പേര്. ഈ ഒരു പ്രോട്ടോകോളിൻ്റെ പേര് നമുക്ക് ഷോർട്ടായിട്ട് അതിനെ ഗ്രാൻഡ് പാ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഈ ഗ്രാൻഡ് പാ എന്ന് പറയുന്നത് ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ തന്നെയാണ്. മില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഒരു സമയത്ത് നടത്താനായിട്ട് സാധിക്കുന്ന ഒരു പ്രോട്ടോകോളാണ് ഗ്രാൻഡ് പാ എന്ന് പറയുന്നത്. ഗ്രാൻഡ് പാ എന്ന് പറയുന്ന പ്രോട്ടോകോളിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോൾക്കാ ഡോട്ട് എന്ന് പറയുന്ന പ്രോജക്റ്റ് എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ചരിത്രം എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇപ്പോൾ നമുക്ക് പോൾക്കാ ഡോട്ടിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്, ലോങ് ടൈമിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അതിൽ നമുക്ക് അതിൻ്റെ ചാർട്ടിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡോട്ടിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യം കാണാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ രീതിയിലുള്ള ഒരു ചാനൽ, നമുക്കൊരു പാരലൽ ചാനൽ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാരലൽ ചാനലിലാണ് ഇത് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എടുത്തുകൊണ്ട് ഈ ഒരു ഡോട്ടിൻ്റെ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി അത് ആ ഒരു പാരലൽ ചാനലിൽ ഒരു സപ്പോർട്ട് എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു ട്രെൻഡിനനുസരിച്ചുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിൽ ഈ ഒരു ഓൾ ടൈം ഹൈന് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കാം. ഓക്കെ, ഇനി ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിലാണ് ഡോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് ഒരു പുതിയ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഡോട്ടിന് സാധിക്കുന്നില്ല നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസിന് താഴേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതായത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു പുതിയ ഓൾ ടൈം ഹൈയിലേക്കുള്ള മൂവ്മെൻ്റ് ഒക്കെ ഡോട്ട് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിലാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഡോട്ടിൻ്റെ പ്രൈസ് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ഇവിടെ ഫോം ആവുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കണം. തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഈ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ലോങ് ടൈമിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വളരെ ചെറിയ ഒരു എമൗണ്ടിൽ, അതായത് $17-18 നമുക്ക് നല്ലൊരു ബൈയിങ് പ്രൈസ് തന്നെയാണ് $17-18 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ട്രേഡ് തന്നെയായിരിക്കും, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും ഈ ഒരു ഡോട്ട് എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ, അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നമ്മളിതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 213% പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് ഏകദേശം 2 ഇരട്ടി പ്രോഫിറ്റ് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 2 ഇരട്ടി പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് പോൾക്കാ ഡോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും തന്നെ മിസ് ചെയ്യാതിരിക്കുക. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നിലവിൽ പോൾക്കാ ഡോട്ടിലുണ്ട്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആരും തന്നെ മിസ് ചെയ്യാതിരിക്കുക. ലോങ് ടൈമിലേക്ക് തന്നെ നല്ല രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. പക്ഷേ ഞാനതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടൊന്നും ഒരു ഉപദേശമായിട്ടൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്താം, അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കാം. അപ്പോൾ പോൾക്കാ ഡോട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കുകൾ സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം.